ഇന്നൊരു ചുക്ക് കാപ്പി ആയാലോ? പണ്ടൊക്കെ പനിയും ചുമയും വരുമ്പോൾ നാട്ടിലെ അമ്മുമ്മമാരും അമ്മമാരും ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ് ഈ ചുക്ക് കാപ്പി. എന്നാൽ ഇന്ന് എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ അറിയാമോ? ഒരു സിമ്പിളായിട്ടുള്ള ചുക്ക് കാപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും എൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ്. പുള്ളിക്കാരി നല്ല അടിപൊളി ചുക്ക് കാപ്പി ഉണ്ടാക്കും. അപ്പോൾ ഇന്നിപ്പോൾ ആ റെസിപ്പി നമുക്ക് നോക്കിയാലോ? ഇതിലിപ്പോൾ കാപ്പിപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ വേണമെങ്കിൽ ചേർക്കാം. ഓപ്ഷണലാണ്, ഞാൻ ചേർക്കുന്നില്ല. ഇതുണ്ടാക്കാൻ നമുക്ക് സാധാരണ വീട്ടിലുള്ള സാധനങ്ങൾ മതി. ഇവിടെ ഞാനിപ്പോൾ 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ വീട്ടിലുള്ള ഒരു കോഫി മഗ്ഗിലാണ് ഞാൻ അളവെടുത്തിരിക്കുന്നത്. 4 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള കരിപ്പെട്ടി. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ്, ഒരു 1/4 ബൗളാണ് കരിപ്പെട്ടി എടുത്തേക്കുന്നത്. ഇത് ചെറുതായിട്ട് ചതച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഇടുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ പനിക്കൂർക്കയുടെ ഇലയാണ് ഞാനിവിടെ ഇടുന്നത്. ഒരു 7-8 ഇല എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയായി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട്, കൈവച്ച് തന്നെ കട്ട് ചെയ്തിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പനിക്കൂർക്ക പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ പനിക്കൂർക്ക എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ നവരയില എന്ന് പറയും, കർപ്പൂരവല്ലി എന്നും കേട്ടിട്ടുണ്ട്. ഇനി പട്ട. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഒരു 2 ഇഞ്ച്, ഓൾമോസ്റ്റ് 2 ഇഞ്ചുള്ള ഒരു പട്ട ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിടുവാണ്. ഇനി പൊടിയാണ് ഇടുന്നതെങ്കിൽ അതിപ്പോൾ ഇടണ്ട, അത് അവസാനം ഇട്ടാൽ മതി. ഇതിപ്പം ഹോൾ പട്ടയായതുകൊണ്ട്, ഹോൾ സിനമൺ ആയതുകൊണ്ട് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഇടുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ടിപ്പാണ്. നമ്മൾ ഓരോ തവണ ഈ ഓരോ ഇൻഗ്രീഡിയൻ്റ് ഇടുമ്പോഴും ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പാത്രം മൂടി വെച്ച് മൂടണം. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നല്ല മണമൊക്കെ പെട്ടെന്നങ്ങ് പോവും. ചുക്ക് കാപ്പിക്ക് അതിൻ്റെ മണമാണല്ലോ ഏറ്റവും നല്ല രസം. ഇനി ചെറിയ ഒരു ഗ്രാമ്പു കൂടി ഇട്ട് കൊടുക്കുവാണേ. ഒരുപാട് ഗ്രാമ്പു വേണ്ട, കാരണം അതിൻ്റെ ഒരു സ്ട്രോങ് ഫ്ലേവർ വരും. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇട്ട കരിപ്പെട്ടി ഇച്ചിരി കുറഞ്ഞു പോയതുപോലെ തോന്നി. മധുരം ഇച്ചിരി കുറവായത് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കരിപ്പെട്ടി ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമേ പറഞ്ഞ പോലെ ഇതെല്ലാം എല്ലാവരുടെയും മധുരത്തിന് ആവശ്യത്തിനുള്ളതുപോലെ ഇട്ടാൽ മതി. ഇനി ഞാനിവിടെ കുറച്ച് സ്പൈസസ് എടുക്കുന്നുണ്ട്. ഒരു ഓൾമോസ്റ്റ് 4 ചെറിയ ഏലക്ക, പിന്നെ ഒരു 15 തൊട്ട് 20 വരെ കുരുമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇത് ഇത്രയും കൂടെ നല്ലോണം ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് ചതച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് ചതച്ചാൽ അത് ഫൈൻ പൗഡറായ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ചെറുതായിട്ട് ഒന്ന് ചതച്ച്, വെറുതെ ഒന്ന് കല്ലിലൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ചുക്ക്, വീട്ടിൽ ചുക്കുണ്ടെങ്കിൽ ചുക്ക് കൂടെ നന്നായിട്ട് ചതച്ച് ഇതിൻ്റെ കൂടെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഹോൾ ചുക്കല്ല ഇടുന്നത്, ചുക്കിൻ്റെ പൊടിയാണ്. അപ്പോൾ ചുക്കിൻ്റെ പൊടി നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ചതച്ചെടുത്തതെല്ലാം റെഡിയാണ്. അതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കാപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇട്ടുടനെ തന്നെ മൂടി വെച്ചാൽ അതിൻ്റെ മണം അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം മൂടി വെച്ചിട്ട് ഇനി ഒരു 2 to 3 മിനിറ്റ്സ്, 2-3 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്, അതായത് നേരത്തെ ചുക്ക് ഇടാത്തവർ, എന്നെപ്പോലെ ചുക്ക് പൊടിയുള്ളവർ, ഈ സമയത്ത് നമുക്ക് ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചുക്കുപൊടി നമ്മൾ ഡയറക്റ്റ് ഈ കാപ്പിയിൽ ഇട്ട് കൊടുത്താൽ അതിങ്ങനെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ അതാവാതിരിക്കാൻ വേണ്ടി കുറച്ച് ചുക്കെടുത്ത് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 1.5 ടീസ്പൂണാണ് ചുക്കെടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഈ പേസ്റ്റ് പോലെ ആക്കിയ ചുക്കിനെ നമുക്ക് കാപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതിലിടേണ്ടതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ മതി. തിളച്ച് വന്ന് കഴിയുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്ക് നല്ല ഫ്രഷ് തുളസി ഇല ഉണ്ടെങ്കിൽ തുളസി ഇലയും കൂടെ 2-3 തുളസി ഇല ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ തുളസി ഇല ഇല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഡ്രൈ തുളസി ഇല ഉള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണാണ് തുളസി ഇലയുടെ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക്
പ്രത്യേകിച്ച് വേറൊന്നും പുതിയതായിട്ട് ചെയ്യാനില്ല. ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ചാൽ മതി. എല്ലാം കൂടെ ഒരു 10 to 12 മിനിറ്റ്സ്, ഒരു 12 മിനിറ്റ് മതി. ഈ ഫുൾ കുക്കിംഗ് പ്രോസസ്സ് ഒരു 12 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ നല്ല രുചിയുള്ള ചൂട് ചുക്ക് കാപ്പി റെഡിയാവും. അപ്പോൾ നമ്മുടെ ചൂട് ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് കുടിക്കാം. എങ്കിലും ഒരു ഹാഫ് ആൻ അവർ അടച്ച് വെച്ചിട്ട് അതിന് ശേഷം കുടിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻസിൽ പറയാം. ഡു വാച്ച്, ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.